എടോ, ഞാൻ പറയുന്നത് സത്യമാണ്. എന്റെ റിസർച്ച് എപ്പോഴും കൃത്യമായിരിക്കും. പക്ഷെ ഞാൻ അങ്ങനെ വിശ്വസിക്കും? ഏതെങ്കിലും ഉദാഹരണം പറയൂ. ദേ, നമ്മുടെ മുന്നിലെ ഈ കമ്പനിയില്ലേ, ഞാൻ സ്റ്റഡി ചെയ്തിരുന്നു. ഇവരുടെ പുതിയ മാനേജ്മെന്റിന് ശേഷം ഇവരുടെ നമ്പേഴ്സ് ബൂം ചെയ്യും. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യൂ, നിന്റെ ഇൻകം കൂടി ബൂം ചെയ്യും. നിന്റെ അടുത്തിരുന്ന് ഇവിടെ പ്രൊജക്ഷൻസ് ചെയ്യുകയല്ലേ. എന്റെ കയ്യിൽ ഇത്രയും പണമുണ്ടെങ്കിൽ മുൻപേ തന്നെ ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യില്ലേ? ഇത്തരം കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കൂടുതൽ പണമല്ല, ICICI Prudential India ഓപ്പർച്യൂണിറ്റീസ് ഫണ്ടാണ് വേണ്ടത്. ഈ മ്യൂച്വൽ ഫണ്ട് തനിക്ക് വലിയ സഹായമാകും. മ്യൂച്വൽ ഫണ്ട്സ് അല്ല, എനിക്കുള്ളത് ലിമിറ്റഡ് ഫണ്ട്സ് ആണ്. അത് മതിയല്ലോ. അതെങ്ങനെ? തനിക്ക് ഈ ഇൻവെസ്റ്റ്മെന്റ് 5000 രൂപ തൊട്ട് പോലും തുടങ്ങാൻ കഴിയും. ഇത് ഈ സ്കീമിന്റെ മിനിമം ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് ആണ്. ഈ സ്കീം വിവിധ മേഖലകളിലെ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇവിടെ എക്സ്പേർട്സ് ഏത് കമ്പനി അല്ലെങ്കിൽ സ്റ്റോക്കാണ് ഒരു താൽക്കാലിക വെല്ലുവിളിയിലൂടെ കടന്നു പോകുന്നതെന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ നെഗറ്റീവ് മാന്ദ്യം നേരിടുന്നുണ്ടെങ്കിലും ഭാവിയിൽ വളർച്ചാ അവസരമുള്ളത്. താൽക്കാലിക വെല്ലുവിളികൾ എന്നാൽ കമ്പനി, സെക്ടർ അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയിലെ താൽക്കാലിക പ്രതിസന്ധി, കോടതി കേസുകൾ അല്ലെങ്കിൽ മാനേജ്മെന്റ് വൈരുദ്ധ്യങ്ങൾ. സർക്കാർ നടപടികളും നിയന്ത്രണ മാറ്റങ്ങളും ഇൻഡസ്ട്രീസിനെ ശക്തമായി ബാധിക്കും. ആഗോള സംഭവങ്ങളും അനിശ്ചിതത്വങ്ങളും നമ്മൾ കോവിഡ് സമയത്ത് കണ്ടതുപോലുള്ളവ. ഇത്തരം സാഹചര്യങ്ങൾ നിരവധി ഇൻവെസ്റ്റ്മെന്റ് അവസരങ്ങൾ സൃഷ്ടിച്ചേക്കാം. ഇത് കൊള്ളാമല്ലോ. ദാ, ഇപ്പോൾ തന്നെ ചെക്ക് ചെയ്തേക്കാം. ഇത്തരം കൂടുതൽ കോണ്ടന്റിനായി ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വിവരങ്ങൾക്ക് സെർച്ച് ചെയ്യൂ ICICI Prudential India ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട്. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ മാർക്കറ്റ് റിസ്കിന് വിധേയമാണ്. സ്കീമുമായി ബന്ധപ്പെട്ട എല്ലാ ഡോക്യുമെന്റ്സും ശ്രദ്ധാപൂർവ്വം വായിക്കുക.